ആകാശത്തേക്ക് ഉയർത്തി കെട്ടിയിട്ടുള്ള സ്കൈ സ്ക്രാപ്പറുകളെ കണ്ടിട്ടില്ലേ? ഓരോ സ്കൈ സ്ക്രാപ്പറും പണിയുന്നതിന് മുമ്പും അതിൻ്റെ എഞ്ചിനീയർ അവിടുത്തെ സോയിൽ ടെസ്റ്റിംഗ് നടത്തും. ഇത്രയും വലിയ കെട്ടിടത്തിൻ്റെയും അതിൻ്റെ ഫൗണ്ടേഷൻ്റെയും വെയിറ്റ് താങ്ങാനുള്ള ക്യാരിയിങ് കപ്പാസിറ്റി ആ സോയിലിനുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായ ബുർജ് ഖലീഫയുടെ കാര്യം തന്നെ എടുക്കാം. 1 കിലോമീറ്ററോളം ഉയരം, 160-ലധികം നിലകൾ. എന്നിട്ടും മരുഭൂമി കാറ്റിനെയും അതിശക്തമായ ഭൂകമ്പങ്ങളെയും പോലും അതിജീവിച്ച് മനുഷ്യനിർമ്മിതിയുടെ അവസാന വാക്കായി ആ അമേസിംഗ് കൺസ്ട്രക്ഷൻ അവിടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് അതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ അവിടുത്തെ സബ്സർഫസിൽ 16 നിലകളുടെ ഉയരത്തിൽ മറ്റൊരു വിസ്മയം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. എന്താണെന്നല്ലേ? ഫൗണ്ടേഷൻ. ബുർജ് ഖലീഫയുടെ ഫൗണ്ടേഷൻ. UPSC പ്രിപ്പറേഷനും അതുപോലെ തന്നെയാണ്. നിങ്ങളുടെ ബേസിക്സ് അഥവാ ഫൗണ്ടേഷൻ സ്ട്രോങ്സ്റ്റ് ആണെങ്കിൽ പ്രിലിംസ് ഈസ് ജസ്റ്റ് എ കേക്ക് വാക്ക് ഫോർ യു. പക്ഷേ അതിൽ വിള്ളലുകൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ബേസിക്സിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, UPSC കൊണ്ടുവരുന്ന ചെറിയൊരു പാറ്റേൺ ചേഞ്ചിൽ പോലും, ക്വസ്റ്റ്യനിൽ വരുന്ന ചെറിയൊരു ട്വിസ്റ്റിങ്ങിൽ പോലും നിങ്ങൾ പതറിപ്പോകുന്നു. മെജോറിറ്റി UPSC ആസ്പിരൻസിൻ്റെയും അടി തെറ്റിക്കുന്ന ഈ ഫണ്ടമെൻ്റൽ പ്രോബ്ലം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സ്വന്തം ലീഡ് IAS അക്കാഡമി നമ്മുടെ സിഗ്നേച്ചർ പ്രോഗ്രാമായ പ്രിലിംസ് കില്ലറിൽ ഇത്തവണ ഇന്ത്യയിൽ തന്നെ ആദ്യമായി 3 മാസം നീണ്ടു നിൽക്കുന്ന ഫൗണ്ടേഷൻ സ്ട്രെങ്തനിങ് കമ്പോണൻറ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ടെസ്റ്റ് സീരീസിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നതിന് മുമ്പായി തന്നെ UPSC ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്ന ബേസിക് ഏരിയാസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് സിമെൻ്റ് ഇട്ടിരിക്കും. ഫൗണ്ടേഷൻ ഫേസിലെ ഓരോ ടെസ്റ്റും സ്കൈ സ്ക്രാപ്പേഴ്സിന് വേണ്ടി നടത്തുന്ന സോയിൽ ടെസ്റ്റിംഗ് പോലെയാണ്. നിങ്ങളുടെ പ്രിപ്പറേഷനിലെ ഓരോ വിള്ളലുകളും ഓരോ വീക്ക് സ്പോട്ട്സും കണ്ടെത്തി അപ്പോൾ തന്നെ പ്ലാസ്റ്ററിങ് ആൻഡ് സിമെൻറ്റിങ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നു. So that whatever happens in the exam hall, be it an earthquake or a high intensity cyclone, you will stay tall and strong just like the Burj Khalifa. So choose the best and be the best.